ഇതുവരെയും +2 മര്യാദയ്ക്ക് പഠിക്കാൻ തുടങ്ങാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഞാൻ ഉണ്ടെന്ന് പറയാം. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ലേറ്റ് ആണോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് ലേറ്റ് തന്നെയാണ്. പക്ഷേ ഇനിയും നിങ്ങൾ ഒന്ന് കൃത്യമായൊരു പ്ലാനോട് കൂടെ പഠിക്കാൻ റെഡിയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഇനിയും പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അതിന് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. മാത്രമല്ല, നിങ്ങൾക്ക് നല്ലൊരു പ്ലാൻ വേണ്ടി വരും. ഓക്കെ, ആ ഒരു പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഉത്തരമാണ്. കാരണം ഈ വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പോഴാണ് +2 പഠിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ എക്സാമിനറിന്റെ +2 ഏരിയ ബാച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് കാച്ചപ്പ് ചെയ്യാം. കാരണം കാച്ചപ്പ് ചെയ്യണം. ഓൾറെഡി നേരത്തെ തുടങ്ങിയവർ കുറേ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു, ബാക്കിൽ കാണുന്ന പോലെ തന്നെ. അപ്പോൾ അവരായിട്ട് എക്സാക്ട്ലി അവരെ ആ ലെവലിൽ എത്താൻ പറ്റിയില്ലെങ്കിലും മെല്ലെ അവരുടെ അടുത്തെങ്കിലും നിങ്ങൾ എത്തണം. എന്നാലേ നിങ്ങൾക്ക് +2 സിലബസ് തീർക്കാൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് അവസാനം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ +2 ഏരിയ ബാച്ചിന്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ചാപ്റ്റേഴ്സ് അവർ തീർത്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിലും ഇത്രയും ചാപ്റ്റേഴ്സ് വീതം തീർത്തിട്ടുണ്ട്. മിനിമം ഓരോ സബ്ജക്റ്റും 3 ചാപ്റ്റർ തീർന്നു കഴിഞ്ഞു. 4ാമത്തെ ചാപ്റ്റർ ഓൺ ഗോയിങ് ആണ്. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ലൈവായിട്ട് വീണ്ടും കിട്ടാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് 4ാമത്തെ ചാപ്റ്റർ ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ചെയ്യേണ്ടി വരിക. ഒന്നെന്ന് പറഞ്ഞാൽ, ഈ 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് 4ാമത്തെ ചാപ്റ്റർ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നില്ലേ, അത് ലൈവായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ വീക്കും നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ വീക്കിൽ ടൈം ടേബിൾ ആണ് കാണുന്നത്. മൺഡേ ഓൾറെഡി കഴിഞ്ഞ ലൈവാണ്, ഞാൻ ഇന്നലെ എടുത്ത ലൈവാണ്. മൂവിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഫിസിക്സിലെ ചാപ്റ്ററിന്റെ പാർട്ട് 1 കഴിഞ്ഞു. ഇന്ന് നടക്കാൻ പോകുന്ന ലൈവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നാളത്തെ ലൈവ്. അപ്പോൾ ഈ ലൈവുകൾ 2 മണിക്കൂർ വീതമൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. ആ ലൈവുകൾ നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സാർ, ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചില്ല, എനിക്ക് 4ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിലല്ലാതെ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ചെറിയ പ്രശ്നങ്ങൾ, പക്ഷെ അത് മാനേജ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ ലൈവായിട്ട് തന്നെ ഫോളോ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കഴിഞ്ഞു പോയ 3 ചാപ്റ്റേഴ്സും നിങ്ങൾ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടണം. സാർ, ഈ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫുൾ ക്ലാസ് ഇരുന്ന് വീണ്ടും കാണണം, അതിൻ്റെ ആവശ്യമില്ല. എന്ന് പറയാൻ വേണ്ടി അതിൻ്റെ സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് സത്യം, കുറച്ചുകൂടി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നിങ്ങൾ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 പാർട്ടിൽ, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് 2 ലൈവ് ക്ലാസ് കാണാം. അത് ഫുൾ ലെങ്ത് ക്ലാസ് ആണ്. അതും കണ്ട് ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്ന ലൈവും കൂടെ കാണാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് 3ാമത്തെ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, 1 ഷോട്ട്. അതേ ചാപ്റ്ററിന്റെ 1 ഷോട്ട് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന്റെ ക്ലാസ് ഒന്നല്ല, 10ാം ക്ലാസ് പോലെ കുറച്ചുകൂടി ലെങ്ത് ഉണ്ടാവും. 3 മണിക്കൂറായിരിക്കും ആ ഒരു ചാപ്റ്ററിന്റെ 1 ഷോട്ട് ക്ലാസ് ഉണ്ടാവും. അതിലെല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരലലി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബാക്ക്ലോഗ് ഉള്ള ചാപ്റ്റേഴ്സ് 3 ചാപ്റ്റർ ഇത് ഓരോ സബ്ജക്റ്റ് ഉണ്ടാവും, അത് നിങ്ങൾ പാരലലി നിങ്ങൾ കവർ ചെയ്ത് പോകണം. അപ്പോൾ ഡെയിലി നിങ്ങൾ ലൈവ് ക്ലാസ് 2 മണിക്കൂർ മാറ്റി നിർത്തുക. പറ്റുമെങ്കിൽ മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും ഈ ബാക്ക്ലോഗ് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് വീക്കെൻഡ്സിൽ സാറ്റർഡേ സൺഡേ നിങ്ങൾ കൂടുതൽ സമയം എടുത്തിട്ട് ഈ ബാക്ക്ലോഗ് മാക്സിമം തീർക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റുള്ള ബാച്ചുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ, ആ ഒരു സിമ്പിൾ പ്ലാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതേ എക്സാമിനറുടെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ നിങ്ങൾ നാളത്തെ ലൈവിൽ വരിക. നാളത്തെ ലൈവിൽ നമ്മൾ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുപോലെ ടൈം ടേബിൾ തരും. പക്ഷെ ഞാൻ പറയുന്നത് എക്സാമിനറുടെ ടൈം ടേബിളിനെക്കാളും ബെറ്റർ ആ ബാക്ക്ലോഗ് തീർക്കാൻ വേണ്ടി നിങ്ങൾ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഷെഡ്യൂളും പഠന സമയവും പഠന രീതിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ബേസിക് ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവ് എടുക്കുന്നത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുകയും പാരലലി നിങ്ങളുടെ ബാക്ക്ലോഗ് നിങ്ങൾ 1 ഷോട്ട് കണ്ട് തീർക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി സാർ, ഈ 1 ഷോട്ട് കണ്ട് തീർത്താൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ടോപ്പിക്സും അല്ലെ ക്വസ്റ്റ്യൻസും അതൊക്കെ മിസ്സായി പോലെ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക മക്കളെ, അത് സെക്കൻഡറി പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർക്കുക എന്നാണ്, സിലബസ് തീർക്കുക എന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, അപ്പോൾ ഞാൻ എന്തൊക്കെയോ മിസ്സായി പോയില്ല, അതൊക്കെ ഞാൻ എന്ത് ചെയ്യും. അതൊക്കെ ചെയ്യാനുള്ള വഴി ഈ ആപ്പിൽ തന്നെ ഉണ്ട്, നമ്മുടെ ബാച്ചിൽ തന്നെ ഉണ്ട്. കാരണം ബാച്ചിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് മാത്രമല്ല കാണാം, വേറെ കുറേ സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് വർക്ക്ഷീറ്റ്. പിന്നെയുള്ളത് ചലഞ്ചർ ക്വസ്റ്റ്യൻസ് അവസാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CBSEക്ക് സ്റ്റേറ്റിന് സെപ്പറേറ്റ് ആണ്, അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ പ്രശ്നം സോൾവ് ആവും. പിന്നെ ഇനിയും താഴേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻഷോട്ടിൽ കാണില്ല, NCERT സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി നിങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ ആ 1 ഷോട്ടിൻ്റെ ആ കുറവ് അവിടെ നിങ്ങൾ നികത്തും. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് ഇപ്പോഴല്ല, ആദ്യം നിങ്ങൾ ആ ക്യാച്ചപ്പ് ചെയ്ത് സിലബസ് നിങ്ങൾ കറക്റ്റ് ടൈമിൽ തീർക്കുക. എന്നിട്ട് എക്സ്ട്രാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. മനസ്സിലായില്ലേ?
നമ്മുടെ സിലബസ് ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഡിസംബർ ആകുമ്പോൾ ഫുൾ സിലബസ് തീരും. പിന്നെ നിങ്ങൾക്ക് ജാനുവരി ഫെബ്രുവരി ഒക്കെ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ സിലബസ് തീർക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു കാര്യം ഇനിയും ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടി നോക്കുക. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്ലസ് ഈ കാര്യങ്ങളൂടെ എക്സ്ട്രാ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ അവിടെ റെഡിയാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാൻ പ്രകാരം, ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രകാരം നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല. ബാച്ചിൽ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നാളത്തെ ലൈവിൽ വരിക. ഈ ഓറിയന്റേഷൻ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പക്ഷെ ബേസിക് ലോജിക് ഇത് തന്നെയാണ് കേട്ടോ, അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് നാളെ മുതൽ അങ്ങോട്ട് പഠിച്ച് തുടങ്ങാം. കുറച്ച് എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ താഴെ നമ്പറിന് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, വേഗം തന്നെ പഠിക്കുക. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.